വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്ത് നൂറിലെ ആദ്യത്തെ 18 ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് പാരായണം ചെയ്തത്, ഓതിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാരായണത്തെ നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കുമുള്ള ഒരു നൂറാക്കി, പ്രകാശമാക്കി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് മൗഇളത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യഅ്ലുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനീൻ വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി വല്ലാഹു അലീമുൻ ഹകീം. അപ്പോൾ എന്താണ് ഈ മൗഇളത്ത്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്താണ് മൗഇളത്തിൻ്റെ രീതിശാസ്ത്രം? അത് ആരോടൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് മൗഇളത്ത് നടത്തേണ്ടത്? മൗഇളത്ത് നടക്കേണ്ട സമയത്ത് നടക്കാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അതേപോലെ തന്നെ ഏതൊക്കെ രൂപത്തിലുള്ള മൗഇളത്തുകളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഇനി മൗഇളത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ അത്തരം ആളുകൾക്ക് നേരിടാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചരിത്രത്തിൽ അങ്ങനെ ചില ആളുകളൊക്കെ ഞങ്ങളെ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അത് രണ്ടും സമമാണ് എന്ന് പറഞ്ഞ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്, സാധാരണ ഈ ഉപദേശം എന്ന് പറയുമ്പോൾ വർത്തമാനം മാത്രമല്ല. ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് സംസാരിക്കലാണ്, വർത്തമാനം പറയലാണ് ഉപദേശം എന്ന് മാത്രം നമ്മൾ ധരിച്ചു വെക്കരുത്. ഇപ്പോൾ ഉപദേശം പല രൂപത്തിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റും. ഒന്ന്, ഇപ്പം മൗനം ഒരു ഉപദേശമാണ്. മൗനം ഒരു വലിയ ഉപദേശമാണ്, പലർക്കും നൽകുന്ന വലിയ ഉപദേശമാണ് മൗനം. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ റസൂൽ പറഞ്ഞല്ലോ, സംസാരിക്കുകയാണെങ്കിൽ ഖൈർ പറയാം, അല്ലെങ്കിൽ ഔലിയസ്മുത്, മൗനം പാലിക്കുക. ഒരു ഖൈറും ഇല്ലാത്ത കാര്യത്തിലാണ് ഒരു വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, ഒരു സമൂഹമാകട്ടെ ഇടപെടുന്നതൊക്കെയും ഒരു ഖൈറും ഇല്ലാത്തൊരു കാര്യത്തിലാണെങ്കിൽ അവിടെ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കലാണ് ഏറ്റവും ഉചിതം. ആ മൗനം ചിലപ്പോൾ എന്തായി മാറും? ഒരു വലിയ ഉപദേശമായിട്ട് മാറും. അപ്പോൾ വെറും വർത്താനം പറയലാണ് ഉപദേശം എന്ന് ആരും ഭരിച്ചു വെക്കണ്ട. അതൊരു ഉപദേശത്തിൻ്റെ രീതിയാണ്. മറ്റ് ചിലത് അസാന്നിധ്യമാണ്. അസാന്നിധ്യം കൊണ്ട് നമുക്ക് ഉപദേശിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു തിന്മ ചെയ്യുന്ന, ഒരു തിന്മ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ വിളിച്ചു. അപ്പം നമ്മൾ അവിടെ പോവുക എന്നത് ഒരു പ്രതികൂലമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു പാഠം നൽകുന്ന കാര്യമായിരിക്കും. അപ്പോൾ ചിലത്, ഈ ആളെ ഇന്നിവിടെ കാണേണ്ട ആളാണല്ലോ, ആ വ്യക്തി ഇന്നിവിടെ ഉണ്ടാകേണ്ട ആളാണല്ലോ, പക്ഷെ ആ വ്യക്തിനെ കാണുന്നില്ല. അതെന്താ കാരണം? ആ കാരണത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം മിക്കവാറും എന്താവും? അതൊരു വലിയ കാര്യത്തിലേക്കുള്ള ഒരു ഉപദേശമായിട്ട് അത് മാറും. അസാന്നിധ്യം കൊണ്ട് നമുക്ക് ഉപദേശം കൊടുക്കാം. ഇങ്ങനെ പല രൂപത്തിലും ഉപദേശങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു ഉപദേശമാണ് ഇപ്പോൾ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ചിലതൊക്കെ, ഇപ്പോൾ ചിലത് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചിലത് അല്ലാഹ് പറയില്ല, പറച്ചിൽ നിർത്തും. പറച്ചിൽ നിർത്തിയിട്ട് ചിലതാണ്ട് ചെയ്യും, അതും ഉപദേശമാണ്. ചിലതാണ്ട് ചെയ്യും, അതും ഉപദേശമാണ്, വലിയ ഉപദേശമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ആർക്കുള്ള ഉപദേശമാകുന്നവരോ? ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാളോട് ഇപ്പം ഞാൻ ഒരാളെ ഉപദേശിക്കുകയാണ്, ആ ഉപദേശം അയാൾക്ക് ഫലം ചെയ്യണം. ചിലത് അയാൾക്കല്ല ഫലം ചെയ്യാം. ചില ഉപദേശം ഫലം ചെയ്യൽ അയാൾക്ക് ശേഷം വരുന്ന ആളുകൾക്കായിരിക്കും, തലമുറക്കായിരിക്കും.
മനസ്സിലായ? അത് അള്ളാഹു കുറേ ഉപദേശിച്ചു, ഇങ്ങോട്ട് പിന്നെ ഉപദേശം നിർത്തിയിട്ട് അള്ളാഹ് ശിക്ഷിച്ചു. അത് ആ ശിക്ഷ ഉപദേശമാണ്. പക്ഷെ അത് ആർക്കുള്ള ഉപദേശം? അവർക്കുള്ളതല്ല. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാക്കാൻ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അൽ ബഖറയിലെ 66-ാമത്തെ ആയത്ത് മറിക്ക്. അൽ ബഖറയിലെ 66, 2-66. കണ്ട? ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ. കണ്ട? അവിടെ മൗഇദത്ത് ഉണ്ടോ? എവിടെ മൗഇദത്ത്? ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ. എന്താ വിഷയം എന്നറിയോ? എന്താണ്? വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീൻ. അതായത് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന കൽപ്പന അള്ളാഹ് അങ്ങനെ കൊടുത്തു, ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇവരെന്താക്കി? ശരിക്കും ശ്രദ്ധിക്കണം. ഉപദേശം അല്ലാഹു തആല ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് അതിന് പല ഉപദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് പല വ്യാഖ്യാനങ്ങളും പല കുതന്ത്രങ്ങളും കുറുക്കു വഴികളും തേടി. ചരിത്രങ്ങൾക്ക് അറിയില്ല, കഥ അറിയല്ലോ, ഞാൻ പറയണ്ട, ചരിത്രം എല്ലാവർക്കും അറിയാം. അള്ളാഹ് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അവരെ കൂട്ടത്തിൽ തന്നെ 3 ടൈപ്പ് ആൾക്കാരുണ്ടായി. ഒന്ന്, ചെയ്യരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ ആൾക്കാരുണ്ടായി. ഒരു കൂട്ടം ആൾക്കാർ ചെയ്യണോല് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യാതിരുന്നാൽ മതി, ചെയ്യണോല് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യണ്ട, വേറെ ഉപദേശക്കാരും പോണ്ടെന്ന് പറഞ്ഞൊരു വിഭാഗം. വേറൊരു വിഭാഗം ഈ ഉപദേശമൊന്നും ഫലം ചെയ്യാതെ സ്വീകരിക്കാതെ ചെയ്ത ആൾക്കാർ. പറഞ്ഞ മനസ്സിലായില്ല? അവസാനം അല്ലാഹു തആല പല സന്ദർഭത്തിലായിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. പിന്നെ അവസാനം അല്ലാഹു തആല എന്താക്കിയെന്നറിയോ? അവരങ്ങോട്ട് കുരങ്ങന്മാരാക്കി മാറ്റി. അതാണ് ഈ ആയത്ത്. കണ്ടാ? വലഖദ് അലിംതുമുല്ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. എന്താ ഖിറദത്ത് എന്ന് പറഞ്ഞാൽ? ഇങ്ങോട്ട് ഇതിനെപ്പറ്റി അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഫജഅൽനാഹാ, നാം അതിനെ ആക്കിയത്, നകാലൻ, അതൊരു ശിക്ഷയായിട്ട് നാം അതിനെ ആക്കിയത്, ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, അവർക്ക് അവിടെ ജീവിക്കുന്ന അന്നത്തെ ആൾക്കാർക്കും ഇനി വരാൻ പോകുന്ന അവരെ പിറകിൽ വരാൻ പോകുന്നവർക്കും മൗഇദത്തൻ, എന്താ മൗഇദത്ത്? ഉപദേശം. ആർക്ക്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഉപദേശവുമാക്കി മാറ്റി എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു ശിക്ഷ വരെ എന്താണ് പറഞ്ഞിട്ട് പിന്നെ അവസാനം പറച്ചിൽ നിർത്തി അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷ ഉപദേശിച്ചാൽ ഉപദേശം അവർക്ക് സ്വീകരിക്കാനുള്ള ടൈം കൊടുക്കണമല്ലോ. ടൈം കുറേ കൊടുത്തു. പിന്നെ ആ ടൈം കഴിഞ്ഞപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിച്ചു. പക്ഷെ അതും ഒരു ഉപദേശമാണ്. ആർക്കുള്ള ഉപദേശം? ചിലത് അങ്ങനെ ഉണ്ടാകുക, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലത് പിന്നെ ചില ആൾക്കാർക്ക് അത് ഫലം ചെയ്യൂല, പക്ഷെ വരുന്ന തലമുറക്ക് ഫലം ചെയ്യും. ചിലത് അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നാട്ടിലൊക്കെ ചില ആൾക്കാർ തോന്നിയ മാതിരി ജീവിച്ച് ആര് പറഞ്ഞാലും എടുക്കൂല, കുറേ സ്വത്തും മുതലൊക്കെ ഉണ്ടേനി, അതൊക്കെ തോന്നിയ മാതിരി ചെയ്ത് അതൊക്കെ ദൂർത്തടിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് ഉള്ള സ്വത്തും മുതലൊക്കെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ ചില ആൾക്കാർ ആര് പറഞ്ഞാലും എടുക്കൂല, കുടുംബക്കാർ പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞു എടുക്കൂല, അങ്ങനെയാണ് ചെയ്ത അവസാനം എന്തായിന്ന് വെച്ചാൽ ആ തലമുറയോട് കൂടി എന്തായി? ആ തലമുറയോട് കൂടി ആ കുടുംബത്തിൻ്റെ അതുവരെയുള്ള എല്ലാ പ്രതാപവും അവസാനിച്ചു. എല്ലാ പ്രതാപവും ഐശ്വര്യം അവസാനിച്ചു. അതോടുകൂടി അതത് തീർന്നു. പിന്നെ വരുന്നൊരു തലമുറക്ക് ഇതൊന്നും എന്തായിരിക്കും? ഒരു പാഠമായിരിക്കും. നമ്മളെ പൂർവികന്മാര് ഇങ്ങനെ ചെയ്തു പോയി. അതുകൊണ്ട് ഇനി
നമുക്ക് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരു വലിയ പാഠം. കാരണം ഇനി നമ്മൾ ഒന്നിന്ന് തുടങ്ങണം. പണ്ട് നമുക്ക് കുറെ ഉണ്ട്, ഇതൊക്കെ പോയി. ഇനി നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങി വരണം. അതുകൊണ്ട് ഇനിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ നമുക്ക് തോന്നിയ മാതിരി നമ്മളെ കാരണന്മാർ പൂർവികന്മാർ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊരു പാഠം, എന്നൊരു ഉപദേശം അവർക്ക് അതിൽ നിന്ന് കിട്ടും. ശരി, ഇനി അടുത്തത് അൽബക്കറയിൽ തന്നെ 275. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. മനുഷ്യന് എപ്പോഴും ഉപദേശം വേണ്ട പ്രധാനപ്പെട്ടൊരു മേഖലയാണ് സാമ്പത്തിക രംഗം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച. സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് എപ്പോഴും ശക്തമായ ഉപദേശങ്ങൾ കിട്ടേണ്ട സംഗതിയാണ്. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആളുകൾക്ക് ബോധിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ചില ഘട്ടങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും. ഇപ്പം ഇന്നലെ എൻ്റെ ഏറ്റവും അടുത്തൊരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പോളിസിക്ക് ചേർന്ന് ഒരു പോളിസി എടുത്തിരുന്നത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പോളിസി? ഒരു ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്തിനെടുത്തതാണ്? അതല്ല, അത് എനിക്ക് എന്തെങ്കിലും അപകടങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചാൽ എനിക്ക് കുറച്ച് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടബാധ്യതകളും കാര്യങ്ങളും എൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതിന് ഞാനൊരു പോളിസി, ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഒരു പോളിസി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ആള് ഏറ്റവും അടുത്ത ആളായതുകൊണ്ട് തന്നെ അവിടെ ഇരുത്തി കാര്യമായ ഒരു ഉപദേശം കൊടുക്കേണ്ടി വന്നു. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപദേശങ്ങൾ കിട്ടേണ്ട, കൃത്യമായ ഉപദേശങ്ങൾ തുടർച്ചയായി കിട്ടേണ്ട, നമ്മൾ ഉപദേശങ്ങൾ ചോദിച്ചു പഠിക്കേണ്ട ചില മേഖലകളുണ്ട്. എന്താണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ വിധി? നമുക്ക് ജീവിക്കാൻ ഇവിടെ നിർബന്ധമായും അതില്ലാതെ പറ്റാത്ത വിധത്തിലുള്ള ചില ഇൻഷുറൻസുകൾ ഉണ്ടാവും. ഇപ്പോൾ വാഹന ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കാതെ വണ്ടി ഇറക്കാൻ പറ്റൂല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കേണ്ട ചില പോളിസികളുണ്ട്. അത് എടുക്കാതെ എന്തെങ്കിലും ശമ്പളം അവർക്ക് കിട്ടൂല. ശമ്പളത്തിനെ പിടിച്ചിട്ടേ ശമ്പളം കിട്ടുള്ളൂ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ, അതായത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില മേഖലകൾ, ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒരു വാഹനം ഓടിക്കൽ നിർബന്ധം. ആ വാഹനത്തിന് ഇൻഷൂർ അടച്ചിട്ടില്ലെങ്കിൽ നമ്മളതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. ആ വാഹനം നമുക്ക് റോട്ടിൽ ഇറക്കാൻ കഴിയില്ല, വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമേ എന്ത് അനുവദിക്കുന്നുള്ളൂ? ഇൻഷൂർ അനുവദിക്കുന്നുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മളെ ലൈഫ് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഷൂർ ചെയ്യാൻ പാടില്ല. ആരോഗ്യരംഗത്തെ ഇൻഷൂർ, അതും രണ്ട് അഭിപ്രായങ്ങളുള്ള വിഷയമാണ്. ഒന്ന്, ഒരാൾക്ക് സാമ്പത്തികമായി അല്ലാഹു തആല അയാൾക്ക് കഴിവും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അവർ പിന്നെന്ത് ചെയ്യണ്ട, ഒരു ഇൻഷൂർ എടുത്തുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം നേടേണ്ട കാര്യമില്ല.
അതേ സമയത്ത് ചില ആളുകൾക്ക് ഇപ്പം സാമ്പത്തികമായി ആശുപത്രി ചെലവുകളൊന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പോൾ ആശുപത്രി ചെലവുകൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥകളിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രികളുണ്ട്. ഈ ഗവൺമെൻറ് ആശുപത്രികളെ പോലും നമുക്ക് പരിമിതമാക്കപ്പെടുമ്പോൾ കുറച്ച് മുകളിലേക്ക് പോകൽ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് എന്ന ഘട്ടങ്ങളൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ എന്ത് പോലും പറ്റുകയുള്ളൂ, ആരോഗ്യ ഇൻഷുറൻസ് പോലും പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെയൊക്കെ ബേസിക് പലിശയാണ്. എന്തുകൊണ്ട് പാടില്ല എന്നതിന് ഇപ്പം കച്ചവടം നമ്മൾ കച്ചവടം പല ടൈപ്പ് കച്ചവടങ്ങൾ വരുന്നു. ഒന്ന് ചരക്കുകൾ ഇറക്കി വസ്തുക്കൾ ഇറക്കി ആ വസ്തുക്കൾക്ക് ഒരു നിശ്ചിത ലാഭം നിശ്ചയിച്ച് ആ ലാഭം എടുത്ത് നടത്തുന്ന കച്ചവടമുണ്ട്. അതേ സമയത്ത് ചിലത് പലിശയുടെ ലാഭം മാത്രം എടുത്തിട്ട് നടക്കുന്ന കച്ചവടമുണ്ട്. അതെങ്ങനെ? ഇപ്പോൾ ഒരാൾ ഒരു ജ്വല്ലറി തുടങ്ങുകയാണ്. അപ്പോൾ 2-3 പാർട്ട്ണർമാരുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? കുറച്ച് ആൾക്കാരെ കൂടുതൽ കൂട്ടി എല്ലാവരും അതിലേക്കൊരു 10-50 ലക്ഷം നിക്ഷേപിച്ചു. അങ്ങനെ അത് ഒരാൾ നടത്തുന്നു, അയാൾക്ക് കൂലിയുണ്ട്, അയാൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരു നിശ്ചിത സംഖ്യ, അത് നമ്മളെ ജ്വല്ലറിയിൽ നിങ്ങൾ 5 ലക്ഷം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് മാസാമാസം 10,000 റുപ്യ തരാം എന്ന് പറയുന്ന സംഗതി എന്താണ്? ഹലാലാണോ ഹറാമാണോ? അത് ഹറാമാണ്. കാരണം എന്താ? അത് പലിശക്ക് സമാനമാണ്. കാരണം ഒരു കച്ചവടത്തിൽ പോലും ഉള്ളത് ലാഭവും നഷ്ടവും അറിയണം. ലാഭവും നഷ്ടവും അറിയുന്നത് അതെന്ന് പറഞ്ഞാൽ ഈ മാസത്തെ കച്ചവടം ഇത്ര ലാഭമുണ്ട്, അപ്പൊ ഈ മാസം 15,000 ഉണ്ട്, അടുത്ത മാസം ലാഭം വളരെ കുറവാണ്, കച്ചവടം കുറവാണ്, ഇപ്പം ഈ മാസം 5,000 ഉണ്ടാവുള്ളൂ, ചില മാസം എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ലാഭവും നഷ്ടവും അറിയുന്നതാണെന്ത്? കച്ചവടം. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്നത്തെ അതേ അവസ്ഥ, നിങ്ങൾ ഈ ആയത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് ആലോചിക്കണം. ഇന്നത്തെ അതേ അവസ്ഥ അത് എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് പലിശ ഏതാണെന്നും അറിയില്ല, കച്ചവടം ഏതാണെന്നും അറിയില്ല. ആൾക്കാർ പറയും കച്ചവടമാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഷെയർ മാർക്കറ്റിൽ പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാർ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ചില ഷെയറുകളൊക്കെ എന്ന് പറഞ്ഞത് ഷെയർ മാർക്കറ്റിലെ ചില ഷെയറുകളൊക്കെ പച്ചയായ പലിശയാണ്. പല ഷെയർ മാർക്കറ്റിൽ പല ടൈപ്പ് മാർക്കറ്റുകളുണ്ട്. ഷെയർ മാർക്കറ്റിൽ പല ടൈപ്പുകളുണ്ട്. അതിൽ നമുക്ക് അനുവദനീയമായതുമുണ്ട്, അല്ലാത്തതുണ്ട്. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രംഗത്ത് നല്ല ഉപദേശങ്ങൾ നമുക്ക് വേണം. എന്തിന്? അത് ആവർത്തിക്കാതിരിക്കാൻ, നമുക്ക് പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പം ഏറ്റവും കൂടുതൽ ഉപദേശം, നമ്മളിപ്പോൾ ഉപദേശമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. കുടുംബത്തിൽ നടക്കേണ്ട ഉപദേശം, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, മക്കള്, മാതാപിതാക്കൾ മക്കളോട്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി ആയത്തുകൾ വിശദീകരിച്ചു. അങ്ങനെ പറഞ്ഞു വന്ന അവസാനം എത്തി നിൽക്കുന്നത്, ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് സാമ്പത്തിക വിഷയങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഉപദേശമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ കൃത്യമായ ഉപദേശങ്ങൾ കിട്ടിയേ പറ്റൂ. കാരണം കച്ചവടവും പലിശയും തമ്മിൽ വേർതിരിച്ചറിയാൻ മനുഷ്യന്മാർക്ക് കഴിയാത്തൊരു കാലഘട്ടം വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കൃത്യമായി ഇത് പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഈ ആയത്തൊന്ന് വായിച്ചു നോക്കി. ഇന്നിറങ്ങിയ ആയത്തുമാരുണ്ട് ഈ ആയത്ത്. അർത്ഥം വയ്ക്ക്. അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്നുന്ന ആൾക്കാർ. അവിടെ പലിശ തിന്നാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? പലിശ തിന്നാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പലിശന്റെ പൈസ തിന്നോ? ഇല്ല. പിന്നെന്താ? പലിശ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ പൈസ കാര്യമായിട്ട് എന്തിനാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്? കാര്യമായിട്ട് എന്തിനാണ്? ഭക്ഷണം കഴിക്കാനാണ്. അതാണ് മെയിൻ ഉദ്ദേശം. വസ്ത്രവും പാർപ്പിടവും ഒക്കെ പിന്നെ അതിന് ശേഷം. ഒരാൾക്ക് നല്ല ഡ്രസ്സ് 10 കൂട്ടുണ്ട്, നല്ല കൊട്ടാരമുണ്ട്, തിന്നാല്ലെങ്കിലോ? തിന്നാൻ കിട്ടിയാൽ ഇനിയിപ്പോൾ പെര കുറച്ച് ചെറുതാണെങ്കിലും ഡ്രസ്സ് ഒന്നാണെങ്കിലും ഒക്കെ ജീവിച്ചു പോവാം. അപ്പൊ ഏറ്റവും പ്രധാനം എന്താണ്? ഭക്ഷണം. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് പലിശ ഭുജിക്കുക, പലിശ തിന്നാന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനത്തെ ഒരു ആക്ഷേപ വാക്കുകൂടെ ഇതിലുണ്ട്. ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കൂല, നീച്ച് നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതഹു ശൈത്താനു മിനൽ മസ്സി, പിശാച് ബാധ ഏറ്റവൻ മറിഞ്ഞ് ഉരുണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലല്ലാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. പിശാച് ബാധ ഏറ്റ ആൾക്കാർക്ക് പിശാച് ബാധ ഏൽക്കോ ഇല്ലെന്നൊക്കെയുള്ള ഈ ആയത്തുമെന്ന് തീരുമാനാക്കാം. ഇത് ഇപ്പൊ പരലോകത്ത് വരാൻ പോകുന്ന ഒരു ശിക്ഷാ നടപടിക്രമമാണ്. ആർക്ക്? പലിശ തിന്നവർക്ക്.
പക്ഷെ അതിന് അള്ളാഹു തആല നമുക്ക് പറഞ്ഞത് എങ്ങനെ? പിശാചുബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്ന പോലെ. കാരണം ഈ പരലോകത്താണെങ്കിലും ഇവിടെ ആ ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ അതിപ്പോൾ ആർക്കാ മനസ്സിലാകാൻ അറിയങ്ങള്? ഈ അങ്ങനത്തെ ചില ഒറ്റപ്പെട്ട ചില അവസ്ഥകളൊക്കെ ചില കുടുംബത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാവും. ചില കുട്ടികളൊക്കെ ഇറങ്ങി ഓടുക, പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തലകുത്തി മറിയുക, അടിച്ച് പൊട്ടിക്കുക, അങ്ങനെ ചെയ്യുന്ന പലതും വീടുകളിൽ കാണാം. നിങ്ങളൊന്ന് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി നോക്കി. ആശുപത്രി കൊണ്ടുപോയാൽ ഇത് രോഗം എന്താന്ന് ഓർക്ക് തിരിച്ചറിയില്ല. ഓലെന്താ ചെയ്യാറ്? നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയാൽ നാഡീനരമ്പുകൾ തളരാനുള്ള മരുന്ന് കൊടുക്കും. നാഡീനരമ്പുകളൊക്കെ തളർന്നാൽ പിന്നെന്ത് ചെയ്യും? അവിടെ കിടക്കും. പക്ഷെ രോഗം മാറൂല, രോഗം പിന്നെയും വരും. ഭൗതികമായ ചികിത്സകൾക്കൊന്നും രക്തം പരിശോധിച്ച് കുഴപ്പമില്ല, ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? അല്ലാഹ് പറയാണ്, അങ്ങനെ ശൈത്താൻ ബാധ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ വെച്ച ഒരു രോഗവുമായി രോഗാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരു വലിയ പരീക്ഷണമാണിത്. അതില്ലാന്നാരും വിചാരിക്കണ്ട. അങ്ങനത്തെ അവസ്ഥകൾ എമ്പാടുണ്ട്. നമ്മളൊക്കെ പണ്ട് ഈ ശൈത്താൻ കൂക്കെടുക്കുക എന്നൊക്കെ പറയും. ശൈത്താൻ കൂക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയം ഒച്ചട്ട് കൂന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് മരണത് കാണാം. അല്ലാഹ് പറയാണ്, ഇങ്ങനെ മാത്രമേ നാളെ പരലോകത്ത് അവന് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം നോക്കി? എന്താ കാരണം? ഇനി അടുത്തതാണ്. അടുത്ത ശ്രദ്ധിക്കണം. ദാലിക, അതെന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ അവസ്ഥ വരാൻ കാരണം ബി അന്നഹും ഖാലു, അവര് പറഞ്ഞതാ പ്രശ്നം. അവര് പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈക്കി, ഇന്നമൽ ബൈഉ, പലിശയും കച്ചവടമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശ എന്ന് പറഞ്ഞാലും കച്ചവടം എന്ന് പറഞ്ഞാലൊക്കെ തീർച്ചയായും കച്ചവടം പലിശ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു അവര്. ഇന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പൊ എന്ത് ചെയ്യാണ്? ഒരു 5 ലക്ഷം റുപ്യ കൊണ്ടുപോയി കൊടുത്തിട്ട് ഓൻ പറയണത് അത് ഞാൻ കച്ചവടത്തിന് ഇറക്കുകയാണ്, കച്ചവടമാണെന്ന് പറയാണ്, ബിസിനസ്സിന് ഇറക്കെന്ന് പറയാണ്. പക്ഷെ കിട്ടുന്നത് ലാഭമല്ല, പലിശയാണ്. എന്താ കാരണം? അത് ഫിക്സഡ് ആയപ്പോ ഡെപ്പോസിറ്റ് മാതിരി ആയില്ലേ? ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത കിട്ടുന്ന പലിശ മാതിരി ആയില്ലേ? അപ്പൊ ആൾക്കാർക്ക് എന്ത് മനസ്സിലാണില്ല? കച്ചവടം എന്താണ്, പലിശ എന്താണെന്ന് പറഞ്ഞത് രണ്ടും ഒരേ പോലെയാണ്. ഇങ്ങനെ പറഞ്ഞതിനാലാണ് പരലോകത്ത് വരാൻ പോകുന്ന ഈ ഭീകരമായ ശിക്ഷ. ഇന്ന് ഇത്തരം അവസ്ഥ ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഇറങ്ങിയ ആയത്തുമാരി ഉണ്ടാവും. എന്ത് ആണെങ്കിലും ശരി, അത് പിന്നെ നമ്മളൊരു സാധനം നമ്മൾ വാങ്ങിയിട്ട് ആ സാധനത്തിന്റെ വിലക്കധികം നമ്മൾ അത് തവണകളായിട്ട് അടക്കുന്നതാണെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്ത് വരും? പലിശ വരും. സേവനാണെങ്കിലും ഒക്കെ, അതായത് ഒരു 10,000 രൂപ ശരിക്ക് വിലയുള്ളൊരു സാധനം നിങ്ങൾ എനിക്ക് തന്നിട്ട് നിങ്ങൾ തരുന്ന ഒരു ഇളവാണെന്ത്? ഒരു 10 അടവടക്കുക. അതിന് വില 10,000 വില. അത് ഈ അടവിനുള്ള വില അല്ല, അതിന്റെ ഒറിജിനൽ വില. ഞാൻ റൊക്കം വാങ്ങുകയാണെങ്കിലും എത്ര തരണം? 10,000 തരണം. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഒരു 10 തവണക്ക് തരികയാണ്. നിങ്ങൾ മാസം 1000 രൂപ അടച്ചാൽ അങ്ങനെ 10 മാസം അടച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിൽ പലിശ ഇല്ല. അതേ സമയത്ത് ഇന്നത്തെ അവസ്ഥ എന്താ? റൊക്കം വാങ്ങുകയാണെങ്കിൽ അതിന് 1000-ഉം നിങ്ങൾ തവണ വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ 1200-ഓ 1300-ഓ വേണം. ഇതല്ലേ? ഇതാണോ? അപ്പൊ എന്താ വരണത്? ഇളവല്ല, പിന്നെന്താ വരണത്? പലിശയാണ് വരുന്നത്. അപ്പൊ നല്ലോണം പഠിക്കണം. നമുക്ക് നിരന്തരം ഇതെന്താന്നറിയോ? ഇവിടെ ഈ മൗഇലത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരോട് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല ഉപദേശം സ്വീകരിക്കേണ്ട മേഖലയാണ് എന്നാണ് അല്ലാഹ് ഈ പറഞ്ഞു വരണത്. ബാക്കി കച്ചവടം അല്ലാഹ് ഹലാലാക്കി, പലിശ അല്ലാഹ് ഹറാമാക്കി. രണ്ടും രണ്ടാണ്. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. അതാണ് അതിന്റെ ബേസിക്. ഫമൻ ജാഅഹു മൗഇലത്തുൻ മിർ റബ്ബിഹി, എന്നാൽ തന്റെ റബ്ബിൽ നിന്നുള്ള മൗഇലത്തുമായി യാതൊരുവൻ വരുന്നു.
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഉപദേശം വന്നു. ഫൻതഹാല ഫലഹു മാ സലഫ്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് അതുവരെ ഈ ആയത്ത് എന്ന ഉപദേശം ശ്രദ്ധിക്കണേ, ഈ ആയത്ത് എന്ന ഉപദേശം ഇറങ്ങുന്നത് വരെ ഇത് ചെയ്ത ആൾക്കാരുണ്ട്. ആ ചെയ്ത ആൾക്കാർ, കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ മെയിൻ വരുമാനം എന്തായിരുന്നു? നബിന്റെ കാലത്തുള്ള ആൾക്കാരുടെ മെയിൻ വരുമാനം പലിശയാണ്, പലിശക്ക് കൊടുക്കലാണ്. പല ടൈപ്പ് പലിശയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതോടുകൂടി ഈ ആയത്ത് ഇറങ്ങിയത്, ഈ ആയത്ത് ഉപദേശമാണ്. ആരുടെ ഉപദേശം? അള്ളാന്റെ ഉപദേശമാണ്. നിങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത് മക്കത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കച്ചവടക്കാരെ, അവരുടെ മെയിൻ വരുമാനം എന്താണ്? ബിസിനസ്, കച്ചവടമാണ്. കച്ചവട സംഘങ്ങൾ ഇങ്ങനെ പോവുക, കച്ചവട സംഘങ്ങൾ ഇങ്ങനെ വരിക, ഇതൊക്കെയാണ് അന്നത്തെ മെയിൻ വരുമാനം. അപ്പൊ അവര് ഈ പലിശയും കച്ചവടവും ഒക്കെ കൂട്ടി ഒക്കെ അങ്ങനെ ആ രൂപത്തിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് അതിന് അറിയില്ലായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയതോട് കൂടിയിട്ട് ഇനി എന്തുണ്ടാക്കാൻ പാടില്ല, ഇതുവരെയുള്ള പലിശ മുഴുവനും ബാൻ ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, പലിശ ഇപ്പൊ വാങ്ങി കൊടുത്തോളം ഓക്കെ, തീർന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, പലിശ വാങ്ങാൻ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും ഈ ആയത്ത് ഇറങ്ങിയാൽ പറ്റൂല. അതോടുകൂടി ഇത് മുഴുവനും നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ ആയത്തിറങ്ങുമ്പോൾ അവർക്ക് പേടിയാണ്. കാരണം ഞാൻ പണ്ട് കുറെ പലിശ വാങ്ങിക്കണേ, ഇനിയിപ്പോ അതിന്റെ ഹുക്കം എന്താണ്, ഞാൻ കുറെ പലിശ തിന്നിക്കണേ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇനി ബേജാറാക്കണ്ട. എന്ത്, ഈ ആയത്തിറങ്ങിയതോട് കൂടിയിട്ട് അത് തീർന്നു. ഇനി എന്ത് ചെയ്യരുത്, അതുമായി ബന്ധപ്പെടരുത്. ഇനിയും ഇതാരെങ്കിലും ആവർത്തിച്ചാൽ, നമ്മളെ ആയത്തിലൊരു വാക്കുണ്ട്, എന്ത്, നമ്മൾ പഠിക്കുന്ന ആയത്തിൽ വാക്കുണ്ട്, യഅ്ലുകുമുല്ലാഹു അൻ, ആയത്ത് പറഞ്ഞ യഅ്ലുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി. ആ തഊദു ആയതേന്ന് വന്നതാ, ഇതുപോലെയുള്ളത് ആവർത്തിക്കാതിരിക്കാൻ ഉപദേശം. കണ്ട, ഫമൻ ആദ, ആരെങ്കിലും ആവർത്തിച്ചാൽ, ഇത് മനസ്സിലാക്കിയിട്ട് ഇനിയും ആരെങ്കിലും ചെയ്താൽ, ഉലൈക ഫഉലൈക അസ്ഹാബുന്നാർ, ഉറപ്പിച്ചോളി, നരകത്തിലുള്ള ആൾ തന്നെയാണ്. പലിശ ഹറാമാണ്, അങ്ങനെയുള്ള പലിശ വാങ്ങാനും തിന്നാനും പാടില്ല എന്ന് അള്ളാന്റെ ഉപദേശം കിട്ടിയിട്ട് ഇനിയും ആരെങ്കിലും ചെയ്താൽ നരകാണ്, സംശയം വേണ്ട. ഹും ഫിയാ ഖാലിദൂൻ, അതിന് പുറത്ത് കടക്കൂല, എന്നും അതിൽ ശാശ്വതനായിരിക്കും. അപ്പോ എന്നിട്ട് അള്ളാഹ് പറഞ്ഞ സംഗതി എന്താ അറിയോ? അപ്പൊ ഈ ആയത്ത് ഇപ്പൊ ഞമ്മക്കൊന്നും ഇതിൽ പ്രശ്നമാകാത്ത എന്താണ്ടാ അറിയോ നിങ്ങളെ? നമ്മളൊന്നും പലിശക്ക് കൊടുക്കണില്ല, പലിശക്ക് വാങ്ങണില്ല, ലാഭം എടുക്കണില്ല, ആയിട്ട് ബന്ധപ്പെടുന്നില്ല, നമ്മൾ ആ രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. പക്ഷെ ഈ ആയത്തിറങ്ങിയ കാലത്ത് അങ്ങനല്ല. 5 നേരം നിസ്കരിക്കണം, ഒന്നാമത്തെ സഫിലുള്ള മുഴുവൻ ആൾക്കാരും പലിശക്ക് കൊടുക്കണോലും വാങ്ങണോലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാരണം അവർക്ക് നിയമം ഇറങ്ങിയിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല. പലിശ ഹറാമാക്കുന്നതിന് മുമ്പ് ഏറെ ആളുകൾ എന്താണ്, അവിടുത്തെ പരിപാടിന് എന്താണ്, കച്ചവടവും പലിശയും കൂട്ടിക്കലർത്തിയതായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട, അവരിൽ ഏറെ ആൾക്കാരും അതാണ്. കാരണം ഇത് ഹറാമാക്കിയിട്ടില്ല. ഹറാമാക്കിയിട്ടുള്ള ആയത്തിറങ്ങി ഇനി ആരെങ്കിലും അത് ചെയ്താൽ, എന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു, ഇനി ആരെങ്കിലും ചെയ്താൽ അവർ നരകക്കാരാന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി വരാൻ പോണ ആയത്തിന്റെ പ്രസക്തി എന്താ നിങ്ങള്? കാരണം എന്താ, അവിടെ ഉള്ള ആൾക്കാരിൽ ഏറെയും അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് അവർക്കൊക്കെ എന്തായി, ഇനിയിപ്പോ നമ്മളെങ്ങനെയാണ് ജീവിക്കാന്നുള്ള പ്രശ്നം വന്നു. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പലിശയായിട്ട് ബന്ധപ്പെടുക വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തകരാറുണ്ടാവില്ല, ഒരു തകരാറുണ്ടാവില്ല. യംഹഖുല്ലാഹു റിബ, അള്ളാഹു റിബയെ തുടച്ചു നീക്കും. അള്ളാഹു പലിശയെ തുടച്ചു നീക്കും. വയുർബിസ് സദഖാത്ത്, ദാനധർമ്മങ്ങളെ അള്ളാഹു തആല വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പലിശ ദാനം ചെയ്യാൻ പറ്റുമോ? കുറച്ച് പലിശന്റെ പൈസ ഉണ്ട് വിചാരിക്കും. അപ്പൊ നമ്മളെ നാട്ടിലെ ബാങ്ക് ഇടപാട് നടത്താതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ബാങ്കിൽ കുറച്ച് പലിശ കിടക്കുന്നുണ്ട്, നമ്മളത് വാങ്ങണില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണം? ആ ബാങ്കിന് കൊടുക്കണോ? ബാങ്കിന് അത് എടുത്തിട്ട് വേറെ വല്ല ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമോ ഒക്കെ നമുക്ക് വലിയ പേടിയും ബേജാറും ഒക്കെയാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയമൊക്കെ ഉണ്ട്. അപ്പം അവിടെ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ആ സദക്ക എടുത്തിട്ട് ആ പലിശ എടുത്തുകാണ് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കട്ടെ, ഞാൻ ഉപയോഗിക്കണില്ല, പാവങ്ങൾക്ക് കൊടുക്കട്ടെ, സദക്ക കൊടുക്കട്ടെ, അല്ലെങ്കിൽ പള്ളി കൊടുക്കട്ടെ, മദർസ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താ? ഹറാമാണത്. ഹറാമിന്റെ പൈസ ദാനം ചെയ്യാൻ പറ്റുമോ? സദക്ക ചെയ്യാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായില്ലേ? അത് രോഗിയെ കൊടുക്കാൻ പറ്റുമോ? കിഡ്നി രോഗിക്ക് പറ്റുമോ? ഇല്ല. പിന്നെ അവസാനം ഇപ്പം പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചെന്താന്ന് വെച്ചാൽ, അവനവന്റെ പലിശയുമായി ബന്ധപ്പെട്ട ആ പലിശ ഒരു കാര്യത്തിന് അവനവന് ഉപയോഗിക്കാൻ പറ്റൂല. അതേ സമയത്ത് റോഡുണ്ടാക്കുക, ഒരു പൊതു റോഡുണ്ടാക്കുക, ഒരു പൊതു മതിലുണ്ടാക്കുക, ഒരു പൊതു വഴികൾ, പൊതു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കാം. എന്നാലും നമുക്ക് അടുപ്പിക്കാൻ പറ്റൂല എന്ന്. നമ്മളെ സ്വന്തം വീടിനോ സ്വന്തം കാര്യത്തിനോ സ്വന്തം വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ അത് അടുപ്പിക്കാൻ പറ്റൂല എന്ന്. അപ്പം മാന്യമായിട്ട് കച്ചവടം ചെയ്യുക, ബിസിനസ് ചെയ്യുക. ആ ബിസിനസ് കൊണ്ട് കിട്ടുന്ന ലാഭം ഉണ്ടാകും, ആ ലാഭം കൊണ്ട് ജീവിക്കുക. അള്ളാഹു അതിനൊരു പ്രത്യേക ബറക്കത്ത് അതിന് നൽകും എന്നാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, പലിശ കൊണ്ട് ഒരു സമൂഹം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പലിശ കൊണ്ട് ഒരു സമൂഹവും എന്തായിട്ടില്ല, പുരോഗതി പ്രാപിച്ചിട്ടില്ല. പലിശ കൊണ്ട് നശിച്ചിട്ടേ ഉള്ളൂ സമൂഹം. ഒരു വ്യക്തിനെ നോക്കി നിങ്ങൾ, സമൂഹത്തെ മൊത്തം നോക്കി നിങ്ങൾ, പലിശയായിട്ട് ബന്ധപ്പെട്ടവരാരും ജീവിതത്തിൽ കഴിച്ചിലായിട്ടില്ല. ഒരു സമൂഹം രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വളരെ വലിയ പാഠമാണ് അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് പലിശയായിട്ട് ബന്ധപ്പെടാതെ, പലിശക്ക് എപ്പോഴാണ് വരാറുകളെ? മനുഷ്യന്റെ ദുർമോഹമാണ്, ദുനിയാവിനുള്ള അമിതമായ താല്പര്യമാണ്. ഇത് സാമ്പത്തികമായിട്ടുള്ള അമിതമായ താല്പര്യങ്ങളാണ് ഈ രംഗത്തേക്കൊക്കെ മനുഷ്യനെ എത്തിക്കുക. അത് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ. ഈ പലിശ അടക്കമുള്ള ഇങ്ങനെയുള്ള എല്ലാ ഹറാമിൽ നിന്നും രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ പ്രാർത്ഥന. എന്താ മാർഗം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ആർത്തി അടങ്ങാത്ത മനസ്സാണ് എൻ്റെ മനസ്സെങ്കിൽ പടച്ചോനെ കാക്ക, പടച്ചോനെ എന്നാണ്. ദുനിയാവ് കിട്ടിയിട്ട് പൂതി തീരാത്തൊരു മനസ്സാണെങ്കിൽ, ആർത്തി അടങ്ങാത്ത മനസ്സാണെങ്കിൽ, എൻ്റെ റബ്ബേ എനിക്കതിന് കാവലിനെ കൊണ്ടാന്ന. കാരണം അതിൽ നിന്നാണ് ഈ പറഞ്ഞ പലിശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അല്ലാഹു തആല അമിതമായ നന്ദികേട് കാണിക്കുന്ന നിഷേധിയെയും മഹാപാപിയെയും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല. അസീം എന്ന് പറഞ്ഞ മഹാപാപിയാണ്. പലിശ മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകളെ ആരിഷ്ടപ്പെടൂല? അല്ലാഹു ഇഷ്ടപ്പെടൂല. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിന്റെ വിഷയം കണ്ടന്റ് എന്താണ്? മനുഷ്യന് ഉപദേശം കിട്ടേണ്ട രംഗമാണ്. ആ ഉപദേശം വന്നു കഴിഞ്ഞാൽ, ഈ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുത്. ആരെങ്കിലും ഇനിയും അത് പ്രവർത്തിച്ചാൽ അവന്റെ സങ്കേതം എവിടെയായിരിക്കും? നരകമായിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇനിയും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നേർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇരുന്ന സമയം, ഈ ഖുർആൻ കേൾക്കാൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സമയം അള്ളാഹു നാളെ പരലോകത്തേക്ക് ഒരു വലിയ സമ്പാദ്യമാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.